ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക്. ഇന്ന് ജൂലൈ 1-ാം തീയതിയാണ് കേട്ടോ. താഴത്തൊക്കെ പൂട്ടി വെച്ചേക്കണേണ്. വണ്ടി നമ്മുടെ ഉള്ളിലുണ്ട് കേട്ടോ. ഇത് കാർ പാർക്കിംഗ് കേട്ടോ. ഇവിടെ 1500 റുപ്പീസാണ് കേട്ടോ. തേങ്ങയൊക്കെ ഉണങ്ങി കിടക്കണുണ്ട്. അത് തലയിലേക്ക് വീഴണ്ടിരുന്നാൽ മതിയായിരുന്നു. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടാ. ഇനി വണ്ടി ക്ലീനാക്കൽ ചടങ്ങാണ്. ഇപ്പോൾ 9:28 9:28 ഇന്ന് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് എത്ര ഓടി ഉണ്ടാക്കാൻ പറ്റും ഒക്കെ നോക്കാം കേട്ടോ. യൂബറിൽ അടി വന്നില്ല. 3 ദിവസമായിട്ട് ഭയങ്കര ഷോകണമെന്നാണ് എല്ലാവരും പറയണത് ഗ്രൂപ്പിലൊക്കെ. നമുക്ക് നോക്കാം എന്താണ് അവസ്ഥയെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. എനിക്ക് 3 ദിവസം പേഴ്സണൽ ഓട്ടം ഉള്ളതുകൊണ്ട് യൂബർ മര്യാദക്ക് ഓടിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ യൂബർ ഓണാക്കാൻ വേണ്ടി പോകണം. കാരണം ഇന്ന് പ്രത്യേകിച്ച് ഓട്ടങ്ങളൊന്നും ഇല്ല. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. വണ്ടിയിലിപ്പോൾ ആകെ 3 ഘട്ട പെട്രോൾ CNG തീർന്നിട്ടുള്ളൂ. 3 അല്ല 4 ഘട്ടം തീർന്നിട്ടുണ്ട്. ബാലൻസ് ഉണ്ട്, നമുക്ക് നോക്കാട്ടാ. രാവിലെ തന്നെ തോപ്പുംപടി പാലത്തിൻ്റെ അവിടെ നല്ല ബ്ലോക്കാണ്ടാ. അടിപൊളി ബ്ലോക്ക്. സ്റ്റക്കായിട്ട് ഇരിക്കണുണ്ടോ ഓട്ടോക്കാരൊക്കെ സ്റ്റക്കായി പോയി. ഇപ്പോൾ സമയം 9:58. ഫെഡറൽ ബാങ്ക് കേട്ടോ, അതായത് കൊച്ചി ശാഖയാണ്. കൊച്ചി ബ്രാഞ്ച് ഫെഡറൽ ബാങ്കിൻ്റെ ഫ്രണ്ട് നമ്മുടെ പനയപ്പള്ളി സൈഡിലാണ് ഞാൻ കിടക്കണേ കേട്ടോ. സോ നമ്മുടെ പരിപാടിയൊക്കെ ഇന്ന് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ഫസ്റ്റ് യൂബർ ഡ്രൈവർ. ഇത് ഞാൻ 3 ദിവസമായിട്ട് ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. കാരണം പേഴ്സണൽ ഓട്ടങ്ങളുണ്ടായിരുന്നു 3 ദിവസം. അപ്പം ഇന്നൊരു ഓട്ടം ഉണ്ട്, പക്ഷെ അത് ഒരു കൺഫേം അല്ല. സോ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും പൈസ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. അങ്ങനെ നമ്മുടെ യൂബർ ഓണാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് അല്ല, ഒല ഓണാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ യാത്രയും കൂടി ഓണാക്കി കഴിഞ്ഞാൽ രാവിലത്തെ ചടങ്ങങ്ങാട്ട് കഴിഞ്ഞു. ഇനി ഓട്ടം കിട്ടിയാൽ മതി. 3 ദിവസം ഓടിയ ഗ്രൂപ്പിലെല്ലാം വന്നേക്കണത് ഓട്ടം കുറവാണ്, ഭയങ്കര ഷോക്കാണെന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. നമുക്ക് എന്തായാലും നോക്കാം. ഇത് ഓൺലൈൻ തന്നെ ആയിരുന്നു ദൈവം ഇത്ര ദിവസം. ഓഫ്ലൈനായിട്ട് ഒന്നും കൂടി ഓൺലൈൻ ആക്കാം. ഓക്കെ, 3 ഓൺലൈനായിട്ടാണ് കേട്ടോ. യൂബറിലാണ് ഏറ്റവും കൂടുതൽ ഓട്ടം നമുക്ക് കിട്ടാറുള്ളത്. നമുക്ക് എന്തോ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ യൂബറിന് പേയ്മെൻറ്റ് നൽകേണ്ടതുണ്ട്, 267 രൂപ കൊടുക്കാനുണ്ടാ. അതൊക്കെ അവർ ചോദിച്ച് മേടിക്കോട്ടോ, നല്ല ടീമാണ്. അപ്പോൾ വാലറ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് 198 രൂപ. മേക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. വാട്ട് ഈസ് ദിസ്? എന്താണ് യൂബർ കളിയാക്കുകയാണോ? നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒലയിടാം. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് ഓട്ടം കിട്ടണം നോക്കാം ഗൈസ്. എന്തായാലും പനയപ്പള്ളി സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്. കറക്റ്റ് 10 മണി. ഇനി എപ്പോൾ ഓട്ടം വരുമെന്ന് നമുക്ക് നോക്കാം. ഒരു പേഴ്സണൽ ഓട്ടം എൻ്റെ കഴിഞ്ഞ ഒരു ദിവസം കയറിയ ഒരു യൂബർ ഓടിച്ച് കയറിയ ഒരു എൻ്റെ നമ്പർ മേടിച്ചിട്ട് എനിക്ക് പേഴ്സണൽ ഓട്ടം എന്നെ വിളിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്കാണ് ഇന്ന് പോകേണ്ടത് എന്ന് പറഞ്ഞ് ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞപ്പോൾ 1 മണിക്കൂർ മുമ്പെങ്കിലും എന്നെ വിളിച്ച് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ച് നോക്കിയപ്പോൾ അവർ പറഞ്ഞ് ഒരു മാക്സിമം 1 മണിക്കൂർ കൺഫേം ആണെങ്കിൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചിലപ്പോൾ എനിക്ക് ഓട്ടം കിട്ടി ലോങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് എത്താൻ പറ്റൂല. സോ കറക്റ്റായിട്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് എത്താമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാട്ടോ, എപ്പോഴാണ് അടി വന്നതെന്നൊന്നും പറയാൻ പറ്റില്ല ഗൈസ്. 5036 കിലോമീറ്റർ ആയിട്ടാണ് വണ്ടി എടുത്തിട്ട്. സെക്കൻഡ് സർവീസ് 5000-ലാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഓടിയിട്ട് വണ്ടി നാളെ സർവീസിന് കയറ്റേണ്ടി വരും. ഞാനിത് ഇപ്പോഴാണ് ചെക്ക് ചെയ്തത്. അപ്പോൾ നാളെ ഓടാൻ പറ്റില്ല, നാളെ നമുക്ക് സർവീസിന് കയറ്റേണ്ടി വരും. പിന്നെ ഞാൻ ഇൻഡസിൽ നിന്നാണ് എടുത്തത്. പിന്നെ എല്ലാവരും പറയണ മൈജോലി അടിപൊളിയാണ് സർവീസ്, ടാക്സിക്കാർക്ക് നല്ല മുൻഗണന കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ മൈജോലോട്ടാണ് സർവീസിന് കയറ്റാൻ വേണ്ടി പോണത്. ഗൈസ്, ചുള്ളിക്കന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ഓട്ടം വന്നേക്കണം, എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് പോയിട്ട് വരാം. ഓക്കെ, കിട്ടട്ടെ, വെറുതെ കളയണ. 3 മിനിറ്റ് കാണിക്കുന്നുണ്ട്. എവിടെയാണ് ഞാനിപ്പോൾ കിടക്കണമെന്നൊക്കെ അറിയാം. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന്
കുമാർ പെട്രോൾ പമ്പ്, പാണ്ടിക്കുടി റോഡ്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഗൈസ് ഞാൻ പോയിട്ട് വരാട്ടാ. ഗൈസ് നമ്മൾ ലൊക്കേഷനിലെത്തി, പക്ഷേ ഒരു വളവ് കയറിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഈ GPS ഇടയ്ക്ക് പണിയുണ്ടെന്ന്, 8ൻ്റെ പണിയാണത്. കുറച്ച് കയറിപ്പോയി, ഇനി ബാക്ക് അടിക്കേണ്ടി വരും. നമ്മളെന്തായാലും ലൊക്കേഷനിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇവരെ ഒന്ന് വിളിച്ചു നോക്കാം, നമുക്ക് മെസ്സേജ് അയച്ചിട്ടേക്കാം ആദ്യം. പറാസ അങ്ങനെ എന്തൊരു ആളാണ്ടാ. വന്നുണ്ട്. കസ്റ്റമർ പുറകിലുണ്ട് ഗൈസ്. ലൊക്കേഷൻ ഇവിടെയാണ് വന്നത്. നമുക്ക് വണ്ടി ബാക്കോട്ട് അടിക്കാം. വലിയൊരു ലഗേജ് ആയിട്ടാണ് വന്നത് ഗൈസ്. അപ്പോൾ അത് ഫ്രണ്ടിലെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഗൈസ് ചുള്ളിക്കേന്ന് ടോട്ടൽ ഫെയർ 2,999 ആയിട്ടാ. എൻ്റെ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ 222 രൂപ ചുള്ളിക്കേന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ. നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. ഇപ്പം സമയം 10:49 ആയിട്ടാ. ഈ ഗസ്റ്റ് സീനായിപ്പോയി. അതായത് നമ്മുടെ ഡിക്കി സ്പേസ് ഇല്ലല്ലോ, വലിയ ലഗേജ് ആയിട്ടാണ് വന്നവർ. എന്ത് പറയാനാ, വേറെ രക്ഷയില്ല. ആ സീറ്റൊക്കെ പോയി കഴിഞ്ഞാൽ പോയതല്ലേ. ഒരു ഇതേപോലത്തെ ഒരു തുണിയൊക്കെ നമ്മുടെ വണ്ടിയിൽ ഇല്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. ഓക്കെ ഗൈസ്, ഓക്കെ വല്ലതും കണ്ട ഒന്നുമില്ലല്ലോ അല്ലേ. ഓക്കെ അപ്പം അടുത്ത നമുക്ക് പുറത്തു പോയി എവിടെയെങ്കിലും കിടക്കാട്ടാ. സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഫുള്ള് കുഴിയാണ്, ഭയങ്കര ഇടങ്ങേറാണ് കേട്ടോ. ഭയങ്കര മോശമാണ്, വണ്ടിയൊക്കെ പരിപ്പാവും പെട്ടെന്ന്. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ബാക്കിലത്തെ റോഡാണ് കാണുന്നത്. വണ്ടികൾ നിരന്ന് കിടക്കുന്ന കാഴ്ച കാണിച്ചാടാ. 1, 2, 3 അടിപൊളി. 4, 5 ആർക്കും ഓട്ടമില്ല. 5, 6 പിന്നെയുണ്ട്, നിർത്തിയിട്ടില്ലടാ. കാണിച്ചരാ 7 ആക്സിഡന്റ് അല്ല. 8, 9, 10 ഇതിന്റെ ആക്സിഡന്റ് അല്ലട്ടാ. ഇവിടെ വരെ 10 ആയിട്ടാ. തീർന്നല്ല. ഒരെണ്ണം കൂടി കിടക്കണ്ടാണ്. 11 വണ്ടികള് വെറുതെ കിടക്കണ്ട. നൈസ്. ഇപ്പൊ എന്നെയും കൂടി കൂട്ടി 12 വണ്ടിയാവും. അപ്പൊ എന്നെയും കൂടി കൂട്ടി 12 വണ്ടിയാവട്ടാ. ഇവിടെയും കിടക്കണ്ട പറഞ്ഞ. അതുകൊണ്ട് ഞാൻ ഇവിടെയൊന്നും കിടക്കണില്ല. ഇവിടെയും കിടക്കുന്നുണ്ട്. എല്ലാം ടാക്സി വണ്ടിയാണ്ടാ. ഓരോ ഓട്ടോ ഇല്ലെന്ന് തോന്നുന്നു. ട്രെയിൻ വരാൻ ടൈം നോക്കിയായിട്ട് കിടക്കണേ. അപ്പോൾ ഇവിടെ കിടന്നുകൊണ്ടൊന്നും ഒരു രക്ഷയില്ല ഗൈസ്. വെറുതെ ഇങ്ങനെ കിടന്നുറങ്ങുക, പത്രം വായിച്ചിരിക്കുക. എല്ലാവരും കണ്ടില്ലേ, സിഗരറ്റ് വലിച്ചിരിക്കണം, പത്രം വലിച്ചിരിക്കണം, പത്രം വായിച്ചിരിക്കണം. ഞാൻ അവിടെ നിൽക്കണില്ല, നമുക്ക് വേറെ സ്ഥലം പിടിക്കാം. ഞാൻ കൊണ്ടുവന്നിടാന്ന് പറഞ്ഞ സ്ഥലത്തും വണ്ടികൾ വെറുതെ കിടക്കണുള്ള. ആർക്കും ഓട്ടോ ഇല്ല ഗൈസ്. അങ്ങനെ ഒരു സൈഡ് നോക്കി ഞാനും കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇവിടെ അടി കുറവായിരിക്കും, എന്നാലും ഒരു കുറച്ച് നേരം നിന്നിട്ട് നമുക്ക് പോവാം. എല്ലായിടത്തും വണ്ടികൾ വെറുതെ കിടക്കണേ, ഓട്ടം കുറവാണ് ഗൈസ്. ഈ ഫീൽഡിലേക്ക് ഇറങ്ങണവരുടെ ശ്രദ്ധയ്ക്ക് ക്ഷമ അത് ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ലട്ടാ. ഇതുണ്ട യൂബറൊക്കെ വെറുതെ ചത്ത് കിടക്കണേ. ഇതെന്താണത്? ഊബർ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ വന്നിട്ട് പോലും ഒരു അടി പോലും വന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രാത്രി പിന്നെയും ഇടക്കൊക്കെ എങ്കിലും വന്നുണ്ട്. ഊബറിന് എന്ത് പറ്റിയെന്നൊക്കെ അറിയാം. ഇപ്പം ഇറങ്ങിയ കസ്റ്റമർ ഓൺലൈനിലാണ് പേ ചെയ്തതെന്ന് പറഞ്ഞത്. പക്ഷെ ഇത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ദൈവത്തിനറിയാം. ഞാൻ ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഒന്നും എനിക്ക് മനസ്സിലാവണം. ഇതിൽ ഓൺലൈൻ പേയ്മെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അവരെന്തായാലും എനിക്ക് പൈസ തന്നില്ല, ഓൺലൈനിൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. യുവർ ഏണിങ്സ് എന്തായാലും ഒലയിൽ 100-300 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അതിൽ ഇനി ബാലൻസ് 143 രൂപയും കൂടി കൊടുക്കണം. അത് ഓൺലൈനിൽ ഓടിക്കഴിഞ്ഞാൽ അങ്ങനെ അടഞ്ഞു പോയിക്കോളും. അപ്പം ഇന്നത്തെ ഏണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ. ദൈവമേ, വണ്ടികൾ വെറുതെ നിരന്ന് കിടക്കണേട്ടാ. ശരിക്കും അത്
എന്താ സംഭവിച്ചേക്കണെന്ന് ദൈവത്തിനറിയാം. ഓട്ടം കുറവാണ്. ഈ പേഴ്സണലായിട്ടുള്ള ഓട്ടം ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ലടാ. കഴിഞ്ഞ 3 ദിവസം എനിക്ക് പേഴ്സണൽ ഓട്ടം ഉള്ളതുകൊണ്ടാണ്. നമ്മൾ ഈ യൂബറിനെയും യാത്രിനെയൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞാൽ പരിപാടി നടക്കൂല. ഈ വണ്ടിയുടെ EMI അങ്ങനെ പരിപാടി നടക്കില്ലടാ. ഭയങ്കര ശോകമാണ് ഓട്ടം. ആകെ ഒരു ഒറ്റ ഓട്ടം അവിടെ നിന്ന് കിട്ടി. വേറൊരു വണ്ടിയും കൂടി കൊണ്ടുവന്നുണ്ട് കേട്ടോ, ഫ്രണ്ടിൽ കൊണ്ടിട്ട്. ബാക്കിലും വണ്ടി കിടക്കുന്നുണ്ട്. ബാക്കിൽ ആ ഓട്ടോയുടെ പുറകിൽ കിടക്കുന്നുണ്ട്. വണ്ടികളെല്ലാം വെറുതെ ചായ കുടിച്ച് ഇങ്ങനെ പത്രം വായിച്ച് കിടക്കണേണ്ട. അവിടെ ഒരു ഗ്യാപ്പ് ആ വണ്ടിക്ക് കിട്ടിയിട്ടാ. യൂബറുകാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഗ്യാപ്പ് നോക്കിയിടണം, അല്ലെങ്കിൽ വണ്ടി ബസ് ബാക്ക് വന്നിടിക്കും. ബസ്സൊക്കെ പോണ പോക്കാണ്. വേറൊരു വണ്ടി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇന്ന് ലാഭിഷാണ്. ഓട്ടം എല്ലാവർക്കും ഉണ്ടെന്ന് മനസ്സിലായി, എനിക്ക് മാത്രമല്ല. ഇന്നെന്തായാലും കിടന്നുറങ്ങാൻ പറ്റിയ ദിവസമാണ്. അപ്പം ഏതെങ്കിലും നല്ല കായൽ തീരത്ത് ഇതേപോലെ വണ്ടി ഇടുക, കിടന്നുറങ്ങാം. ആ ഒലയിൽ ബാലൻസ് കൊടുക്കാനുള്ളതും 143 റുപ്പീസ് അത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തേക്കാം. ഞാൻ പേരും പറഞ്ഞ് ഓട്ടം തരാതിരിക്കണ്ട. യാത്രിനെ സംബന്ധിച്ച് കമ്മീഷൻ ഇല്ല, പക്ഷേ ഈ സംഭവം ഈ ആപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മ കൈ എപ്പോഴും ഇവിടെ അടുത്തുണ്ടായിരിക്കണം. ഇത് ജസ്റ്റ് ഒരു 2 സെക്കൻഡൊക്കെ ഉണ്ടാവുള്ളൂ. ടേ എന്ന് പറഞ്ഞുകൊണ്ട് പോകും മാങ്ങാത്തിൽ. അതാണ് സീൻ. നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം തന്നെയില്ല ഒരു രാത്രി. ആപ്പ് അടിപൊളിയാണ്, കമ്മീഷനൊന്നും ഇല്ലാണ്ട് 250 245 ഓട്ടോക്കെയാണ് തന്നത്. അത് എടുക്കാൻ സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേടേ. ഗൈസ് കുറച്ച് നേരം കൊണ്ട് തന്നെ ഈ കാറിൻ്റെ പുറകിൽ കിടക്കണ്ട. ആ കാറ് ടാക്സി കണ്ട റിഫ്ലക്ടർ, പിന്നെ അതിൻ്റെ പുറകിൽ ടാക്സി, ആ സൈഡിൽ 3, ഇപ്പം ഫ്രണ്ടിൽ ഒരാളും കൂടി വന്നിട്ടുണ്ടാ. ആർക്കും ഓട്ടോ ഇല്ലെന്ന് പറഞ്ഞാൽ ആർക്കും ഓട്ടോ ഇല്ല. എല്ലാവരും സൈഡ് പിടിച്ച് കിടക്കണേണ്ട. ദൈവമേ, ഓട്ടോ ഇല്ലാത്ത ദിവസമുള്ള ഇന്ന് 1-ാം തീയതിയാണ്, 7-ാം മാസം. അടിപൊളി. എന്താളേ ടാക്സിക്കാരുടെ, അതായത് ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്തോരം വണ്ടികളാണ് നിരന്ന് നടക്കുന്നത്. ഒരു വണ്ടി ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ വണ്ടി കണ്ടിട്ട് അവർ പുറകേൽ എല്ലാം ഫ്രണ്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ കൂടി. പാർക്കിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്, വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല വണ്ടി ഇടാനും. ഇതേ വഞ്ഞു മോനെ അടുത്തത്. എൻ്റെ പൊന്നേട്ടാ നേരെ വിട്ടോ. ആർക്കും ഓട്ടമില്ല. എൻ്റെ മച്ചാമാരെ ഇതാ എന്നെ പോലെ എല്ലാവരും നോക്കിയിരിക്കണം. ശരിക്കും പറഞ്ഞത് ഇപ്പം നല്ലൊരു മഴക്കാരനാണ് കേട്ടാ. ഈ തിങ്കളാഴ്ച ദിവസം 11 മണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ വളരെ ശോകാവസ്ഥയുണ്ട. അവസ്ഥ വെരി വെരി ശോകം. ഇന്ന് പേഴ്സണൽ ഓട്ടങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ വീട്ടിലിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഈ റോട്ടി വന്ന് നടക്കാം. എൻ്റെ മാതാവേ ഒരു ഓട്ടം തരണേ. അയ്യോ, എനിക്ക് ചിരിമനുണ്ട്, കരച്ചിലും വേണുണ്ടാ. നല്ല അവസ്ഥയാണ്, നല്ല അവസ്ഥ. ഈ ഫീൽഡിലേക്ക് ഇറങ്ങണവർ ശരിക്കും പറഞ്ഞാൽ കുറേ പേര് മറ്റേ കമൻ്റ് അടിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ബ്രോ ഓട്ടോ ഉണ്ടാവും. എൻ്റെ പൊന്നു വച്ചാമാരെ, നിങ്ങൾ കൊച്ചിയിൽ വന്ന് യൂബർ ഓടുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് നിങ്ങൾ ഇറങ്ങിയാൽ മതി കേട്ടാ. ഞാൻ എൻ്റെ ലൈവായിട്ടുള്ള അപ്ഡേറ്റ്സാണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ബുദ്ധിയുള്ളവരാണെങ്കിൽ മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ശോകമായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ പറയാനുണ്ട്, എടുത്ത് ചാടുമ്പോൾ ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം ലക്കാണ്. അത് കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ അത് കണ്ട ഇപ്പം തന്നെ കണ്ടില്ല. ഞാനിപ്പോൾ ഒരു 20 മിനിറ്റ് ഇവിടെ വന്ന് കിടക്കണത്. ഒരു രക്ഷയില്ല. ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ കിടക്കുന്ന വണ്ടികളുടെ എണ്ണം കണ്ടില്ലേ നിങ്ങൾ. അപ്പം അവസ്ഥ ഇതാണ്. 1-ാം തീയതി ആയിട്ട് അവസ്ഥ ഇതാണ്. 222 രൂപ ഓൺലൈനിലാണ് ഒല എനിക്ക് തന്നത്. അതിൽ 350 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അത് അവരങ്ങനെ പിടിച്ച്. സത്യം പറഞ്ഞാൽ ഇന്നൊന്നും കിട്ടിയിട്ടില്ല. അതെന്നെ സംഭവം. ഈ ഒലയും യൂബറൊക്കെ വെറുതെ ഓട്ടം തരണേന്ന് ആരും വിചാരിക്കരുത് കേട്ടോ. അവർ ഡെയിലി കമ്മീഷൻ അടിക്കുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ മാസം മുതൽ എന്തോ ഒരു ടീം പറഞ്ഞു എൻ്റെ അടുത്ത്, ഡെയിലി ഓണാക്കിയാലും ഇല്ലെങ്കിലും 49 രൂപ വെച്ച് അവർ പിടിക്കണുണ്ട്. അപ്പം എന്തായാലും ഓടണം. ഊബറാണ് പിടിക്കണത് കേട്ടോ. ഊബർ ഡെയിലി ഓണാക്കിയാലും ഇല്ലെങ്കിലും 49 രൂപ വെച്ച് പിടിക്കും. അപ്പം 3 ദിവസം ഓടിയില്ലെങ്കിൽ 150 രൂപ പോയി. പിന്നെ 150 രൂപ കൊടുക്കണം. പിന്നെ അതുകൂടാതെ ഒരു 150 രൂപയുടെ ഓട്ടം തന്നു കഴിഞ്ഞാൽ അതിൽ 50 രൂപ അവർക്ക് കമ്മീഷൻ, 100 രൂപ നമുക്ക് കിട്ടും. പിന്നെ വണ്ടിയുടെ മെയിൻ്റെനൻസ്, CNG, അല്ലറ ചില്ലറ പരിപാടി, ഫുഡ്, മറ്റേത് മറിച്ചത്. എൻ്റെ മോനെ സീൻ കോൺട്രേണ്ട.
ഈ വണ്ടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ AC ഇട്ട് തണുത്ത് ചില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂത്രമൊഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ ഒരു രക്ഷയിലിടാം. ഞാൻ ആലോചിക്കും കസ്റ്റമറൊക്കെ കയറി കഴിയുമ്പോൾ പടര മുള്ളാൻ വിട്ടിട്ട് ഒരു രക്ഷയിലിടാം. ടാക്സി ഓൺലൈൻ ടാക്സിക്കാരൊക്കെ സമ്മതിക്കണോടാ. ആറ്റൊരു ട്രിപ്പ് കിട്ടും. ആ ട്രിപ്പ് എടുത്തു കഴിയുമ്പോൾ അത്യാവശ്യം നമ്മൾ കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മുള്ളാൻ മുട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് എവിടെയെങ്കിലും ഒന്ന് പെട്രോൾ പമ്പ് കിട്ടി കാണണേ അല്ലെങ്കിൽ ആളൊഴിഞ്ഞ സ്ഥലം കാണണേ എന്നുള്ള രീതിയിലായിരിക്കും ഓടിക്കണത്. ഓടിച്ചു കഴിഞ്ഞ് പെട്രോൾ പമ്പിലേക്ക് കയറാൻ പോകുമ്പോഴായിരിക്കും അടുത്ത അടി. അത് ചിലപ്പോൾ എയർപോർട്ടിലേക്കായിരിക്കും. എൻ്റെ മോനെ അതെടുത്തിട്ട് അതും പിടിച്ച് നമ്മൾ എയർപോർട്ട് വരെ എത്തി. എൻ്റെ പൊന്നെ ഗായ്സ്, ഞാൻ അനുഭവിച്ചതാണ്ട. ഇപ്പം അത് കറക്റ്റായിട്ട് എനിക്ക് മൂത്രമൊഴിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇപ്പം ഞാൻ ഇവിടെ സ്ഥലങ്ങളൊന്നുമില്ല. ഇവിടെ അതൊക്കെ ലേഡീസ് ഹോസ്റ്റലാണ്. ഇവിടെയൊക്കെ വന്ന് മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ പിടിച്ചിട്ട് ഇടിയും. ഇനി പെട്രോൾ പമ്പ് നോക്കി അങ്ങോട്ട് പോകണം. ഇനി പെട്രോൾ പമ്പിൽ പോകുമ്പോഴായിരിക്കും അടി വന്നത്. ഇതൊക്കെയാണ്ടാ ഓൺലൈൻ ടാക്സിക്കാരുടെ അവസ്ഥ. ഞാൻ ഓടാൻ തുടങ്ങിയിട്ട് സത്യത്തിൽ ഇപ്പം 3-ാമത്തെ ആഴ്ചയായി. അതിൽ ഞാൻ 3-4 വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിപ്പോൾ അത്യാവശ്യം വ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് കണ്ടിന്യൂ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ എല്ലാ കാര്യവും ഓപ്പണായിട്ട് ഷെയർ ചെയ്യാനുള്ള പരിപാടിയാണ് ഞാൻ ഇനി അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ എൻ്റെ അവസ്ഥയുണ്ടാ ഞാൻ മനസ്സിലാക്കിയാണ്. ഈ അതേ നിരന്ന് കിടക്കണ ഡ്രൈവർമാരൊക്കെ എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. ഇതേ പോണു മച്ചാനെ. അത് പുള്ളിക്ക് മനസ്സിലായി ഈ ഏരിയ രക്ഷയില്ല, വിട്ടോ, കണ്ടം വഴി വിട്ടോ. ഞാൻ പോയി മൂത്രമൊഴിക്കട്ടെ, എന്നിട്ട് ഏതെങ്കിലും മരത്തിൻ്റെ അടി വന്ന് കിടന്നുറങ്ങാം. എന്തായാലും ലൈവ് അപ്ഡേറ്റ്സ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര മണി വരെ ഓടും എന്നൊക്കെ നിങ്ങൾ കണ്ടോട്ടാ. എൻ്റെ ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത്. 9 മണിക്ക് ഇറങ്ങിയിട്ട് എൻ്റെ അവസ്ഥകൾ ഞാൻ കറക്റ്റായിട്ട് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കണേണ്ട. അപ്പം ഇതൊക്കെ തന്നെയാണ് എല്ലാവരും അനുഭവിക്കണത് കേട്ടോ. ആയിരിക്കാം ചിലപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ അനുഭവിച്ചു പോകണ്ട, എനിക്കറിയില്ല എന്താ സംഭവിക്കണേന്ന്. ഇതൊക്കെ തന്നെയാണോ അനുഭവിക്കണേന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ടാക്സിക്കാർ, ഓൺലൈൻ ടാക്സിക്കാരൊക്കെ ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കണോട്ടാ ഗൈസ്. എൻ്റെ അവസ്ഥ തന്നെയാണോ എന്നൊന്നും എനിക്ക് വേറെ വീഡിയോസിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതേപോലെയൊക്കെ പറയണത്. ഞാനിത് എൻ്റെ അവസ്ഥ ഞാൻ പറയുന്നു, ഷെയർ ചെയ്യുന്നു ഗൈസ്. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ എത്തിയിട്ടാ മൂത്രമൊഴിക്കാൻ വേണ്ടി. പണ്ടാരുടെ ഒടുക്കത്തെ മഴയും, പുറത്തിറങ്ങാനും പറ്റില്ല, അങ്ങോട്ട് കയറ്റി നിർത്താനും പറ്റില്ല. അവിടെ വണ്ടി ബ്ലോക്കായി പോകും. ഇവിടെ തന്നെ ഒതുക്കിയിട്ടേക്കാനാണ്. ഇപ്പം തന്നെ എടുത്ത് മാറ്റാൻ പറയും. ഇപ്പം എടുത്ത് മാറ്റാടോ മധുരക്കിഴങ്ങാ, ഒന്ന് മൂത്രമൊഴിച്ചോട്ടെ. മഴയൊന്നും മഴ ഒടുക്കത്തെ സീനായി പോലെ ഗൈസ്. 11:30 ഗൈസ്. ഈ വണ്ടികൾക്കൊന്നും അടിക്കാതെ അന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി പോയപ്പോ ഈ സ്ഥലത്ത് നിന്ന് തന്നെ എനിക്ക് അടിച്ചിട്ടാ. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അപ്പൊ ഒരു പ്രയോറിറ്റി കൊടുക്കണ്ടെന്ന് എനിക്ക് തോന്നണ്ട. കാരണം അത്ര വണ്ടികൾ അവിടെ കിടന്നു വെച്ച്. എന്നിട്ട് ഞാൻ ആ 1 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് എനിക്ക് അടിച്ചേക്കണം. അത്ര വണ്ടികൾ അവിടെ കിടക്കുന്നുണ്ട്. ഓ, എന്താ സംഭവിക്കണത് ഗൈസ്. നല്ലൊരു കസ്റ്റമർ ആയിരുന്നു. പുള്ളിക്കാരൻ നേവൽ ബേസിലേക്കാണ് ഇറങ്ങിയത്. അതായത് 132 രൂപ കിട്ടിയാണ്. എന്താണ് ഓട്ടോ കാശ് പോലും ഇതിലും കൂടുതലുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് വെറുതെ പൊളിയണത്. 132 രൂപ അവിടെ നിന്ന് ഇവിടം വരെ വന്നിട്ട് ഈ മഴയത്ത് ഇത്ര ബ്ലോക്ക്. ചിരി പറഞ്ഞിട്ട് കരച്ചിലും പറഞ്ഞിട്ട് എന്ത് പറയാനാണ് പണ്ടാറടങ്ങ. ഇനി ഇവിടെ നിന്ന് ഓട്ടം കിട്ടൂല, ഒരുമാതിരി പൈസാണത്. ഞാൻ ഇവിടെ നിന്ന് പോട്ടത്, അല്ലെങ്കിൽ അവിടെ നിന്ന് വെടി വെക്കും നമ്മളെ. അതാണ് ഗൈസ് ഞാൻ പറഞ്ഞില്ലേ, മൂത്രം ഒഴിക്കാൻ കയറി കഴിഞ്ഞാൽ അപ്പം അടി വരുമെന്ന് പറഞ്ഞു. മൂത്രം ഒഴിച്ചാൽ ഒരൊലയിലൊരു ഓട്ടം ഉറപ്പാണ്. എനിക്ക് എപ്പോഴും ഇതന്നെയാണ്. എനിക്ക് ഓട്ടം ഇല്ലാത്തപ്പോൾ ഞാൻ പോയി മൂത്രം ഒഴിക്കാറാ പതിവ്. എന്താന്നറിയില്ല ഇവർക്ക്. ഞാൻ മൂത്രം ഒഴിക്കുമ്പോ എനിക്ക് ഓട്ടം തരാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു നിങ്ങളോട്? എനിക്കെപ്പോഴും അങ്ങനെ ഉണ്ടാ. ഓട്ടം ഇല്ലാത്തപ്പോഴും ഞാൻ ഈ മൂത്രം പിടിച്ച് നിൽക്കുന്ന സമയത്ത് പോയി മൂത്രം ഒഴിക്കാൻ പോകുമ്പോ എനിക്ക് ഓട്ടം വരും. അങ്ങനത്തെ അനുഭവമൊക്കെ ആർക്കെങ്കിലും ഉണ്ടായിരുന്ന? ഇതൊക്കെ റെയറാണ്, റെയർ ഗൈസ്. നമ്മുടെ കൊച്ചിയിലേക്ക് കയറാൻ പോണേണ്ട. കൊച്ചി നേട്ടിട്ടുണ്ട. അത് ഈ പാലത്തിനപ്പുറമാണ് റിയൽ കൊച്ചി. മനസ്സിലായ? നമ്മളിപ്പോൾ കൊച്ചിയിലാണ് നിൽക്കണേന്നുണ്ടെങ്കിലും ഈ പാലത്തിനപ്പുറം, ഇത് പുതിയ പാലം, തൊട്ടപ്പുറത്ത് പഴയ പാലം ഉണ്ട്. ഈ പാലത്തിനപ്പുറമാണ് റിയൽ കൊച്ചി. ഉണ്ടാകണ്ട അവിടെ എഴുതി വെച്ചിട്ടുണ്ട പള്ളുരുത്തി ഫോർട്ട് കൊച്ചി എന്ന് എഴുതിയേക്കണ്ട. അതിൽ പള്ളുരുത്തിയിലാണ് എൻ്റെ വീട്.
അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോയി ഫുഡൊക്കെ കഴിക്കാൻ സമയമായിക്കൊണ്ടിരിക്കണം. 11:59 പിന്നെ അവിടെ പോകണ വഴിക്ക് ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് തന്നെ വരോട്ടാ ഗൈസ്. അങ്ങനെ നമ്മുടെ മരുന്ന് കട, പള്ളുരുത്തി മരുന്ന് കട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ വണ്ടി ഒതുക്കിയിട്ടാ. പിന്നെ നമുക്ക് മൊബൈൽ ചെറിയൊരു ഹാങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡിലായിട്ട് ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ട്. ആ മൊബൈൽ ഷോപ്പിൽ ആ പയ്യൻ അടിപൊളിയായിട്ട് പണിയോട്ടോ. കാരണം എന്താണെന്നറിയുമോ, നിസ്സാര പണിക്കാശൊക്കെ മേടിക്കുള്ളൂ. 50 രൂപ 70 രൂപയൊക്കെ മേടിക്കുള്ളൂ. അപ്പം മൊബൈലൊക്കെ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കട കാണിച്ചു തരാം. ആ കടയിലേക്ക് വന്ന് നിങ്ങൾ സംസാരിച്ചാൽ മതി. ഈ ടാക്സി ഓട്ടോക്കാർക്കൊക്കെ ഇല്ലേ, നല്ല രീതിയിൽ പുള്ളി പണിയും. ചെറിയ ചെക്കനാണ്ടാ, അടിപൊളിയായിട്ട് പണിയും. അധികം പൈസയൊന്നും മേടിക്കൂല, അവന് കിട്ടണം മതി എന്നാണ് പറയണത്. അടിപൊളി പണിക്കാരനാണ് ഗൈസ്. ഇതാണ്ട, അതായത് വിഷ്ണു അമ്പലം എന്ന് പറയും. വിഷ്ണു അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കടയുണ്ട. ഇതാണ് മച്ചാൻ. ടർബോ മൊബൈൽസ് എന്നല്ലേ പേര്? ടർബോ മൊബൈൽസ് എന്നാണ്ട പേര്. നിസ്സാര റേറ്റിലൊക്കെ പുള്ളി പണി തരോടാ. മൊബൈലൊക്കെ കംപ്ലൈന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ചെറിയൊരു കടയുണ്ടാ, പക്ഷെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ വലിയൊരു കട. എല്ലാ സംഭവങ്ങളും ഉണ്ട് വണ്ടിയിൽ. എൻ്റെ ഫോൺ ശരിയാക്കിയാ? നമ്മുടെ വണ്ടി അവിടെ കൊണ്ടേ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഈ മരത്തിൻ്റെ അടി പാർക്ക് ചെയ്യുമ്പേ സീനാണ്. കഴിഞ്ഞ ദിവസം അടക്ക വന്ന് വീണത് നിങ്ങൾ കണ്ടല്ലേ, അതേപോലെ സീനാവും. വില മരക്കം പൊടിഞ്ഞ് വീണാൽ തീർന്നു. ഞാൻ ഈ മൊബൈൽ ഷോപ്പിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടാ, നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. ഞാനെന്തായാലും ഓഫാക്കിയിട്ടില്ലട്ടാ. ഇനിയിപ്പോൾ സമയം 12 ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പരിപാടി നടത്താം. ഓട്ടം വന്നപ്പോൾ ഓട്ടം, അത് വേറെ കാര്യം. ഗൈസ്, എനിക്കൊരു ഓട്ടം കിട്ടിയിട്ടാ. ആ കടയിലെ പയ്യനെ ഒന്ന് ഹോൾസെയിൽ കട വരെ എത്തിക്കണം. അത് 300 റുപ്പീസ് തരും കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി. 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ഓട്ടോ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മ കണ്ടാ കടയിലെ പയ്യനെയും കൂടി കറക്കി എടുത്തിട്ടാ. ഇനിയിപ്പോൾ ഇവൻ്റെ ഓട്ടവും എനിക്ക് കിട്ടും, പേഴ്സണൽ ഓട്ടം. ഗൈസ്, ഞാൻ ആ കൊച്ചിയിലേക്ക് കയറിയിട്ട് എനിക്ക് ഇതുവരെ ഒരു അടി പോലും വന്നില്ല കേട്ടോ. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടണം. ആർക്കും ഓട്ടോ ഇല്ലാത്തത് കൊണ്ടാണോ, ഇനി എന്തെങ്കിലും നെറ്റ് ഇല്ലാത്തത് കൊണ്ടാണോ എന്നൊക്കെ ദൈവത്തിനറിയാം. പക്ഷെ വൈൻഡിങ് ട്രിപ്സ് എന്നൊക്കെ വന്നിട്ടുണ്ട്. ഓട്ടം ഒട്ടുമില്ല കേട്ടോ ഗൈസ്. ഇത് നമുക്കിന്ന് രക്ഷയില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പം അത് പ്രൈവറ്റ് ഓട്ടം കിട്ടിയത് കൊണ്ട് ചക്കക്ക് കിട്ടി 300 രൂപ കിട്ടുള്ളൂ. നഷ്ടമാണ്, എന്നാലും വേറെ രക്ഷയില്ലല്ലോ. എടുക്കുക ഇങ്ങനത്തെ ഓട്ടങ്ങളൊക്കെ. എന്നാലല്ലേ ആകെ ഇപ്പം ഇതിൽ കിട്ടിയേക്കണത് 233 രൂപയാണ് ഈ ഒലയിൽ കിട്ടിയേക്കണത്. 132 രൂപയും ഒരു 150 രൂപയും മൊത്തം അവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഒപ്പിച്ചേക്കണം 354 രൂപയാണ് ഒലയിൽ ഓടിയേക്കണം. ആകെ 2 റൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിലെനിക്ക് ബാലൻസ് ആയിട്ടുള്ളത് 132 രൂപ, കാരണം കമ്മീഷനൊക്കെ കഴിച്ചിട്ട്. ഇപ്പം ഈ 300 കിട്ടും, ഇപ്പം 450 രൂപ. അതിന് CNG അടിച്ചു കഴിഞ്ഞാൽ വേറെ എന്തുണ്ട് ദൈവം. ഇത്രേ ഉള്ളൂ, ഇതാണ് സംഭവിക്കണത്. എല്ലാവർക്കും ഈ അവസ്ഥ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓട്ടമില്ല. ഓട്ടം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല എമൗണ്ട് ഉണ്ടാക്കാം. ഇത് ഓട്ടമില്ല, വളരെ ശോകം. ഓട്ടം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല എമൗണ്ട് ഉണ്ടാക്കാം, പക്ഷെ ഇത് ഓട്ടമില്ല കേട്ടോ ഗൈസ്. എല്ലാവർക്കും ഈ അവസ്ഥ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഭയങ്കര ശോകമാണ്. പേഴ്സണൽ ഓട്ടം ഇല്ലെങ്കിൽ പരിപാടി നടക്കില്ല കേട്ടോ. ഇപ്പം സമയം 1:54 ഫുഡ് കഴിച്ചിട്ടില്ല. വീട്ടിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് ഇങ്ങനൊരു ഓട്ടം കൂടി വന്നത്. ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകാൻ പറ്റില്ല ഈ ഓട്ടം കഴിഞ്ഞ്. എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഒരു 500 രൂപയെങ്കിലും ഒപ്പിച്ചില്ലെങ്കിൽ ശോകമാണ്. അപ്പോൾ മാക്സിമം ഓട്ടം കിട്ടാൻ പ്രാർത്ഥിക്കണം. ലക്കാണെല്ലാം, അതാ പറഞ്ഞത്, ലക്കാണ്. അവിടെ ഒരു ഊണ് കിട്ടണ കടയുണ്ട്. ഇപ്പം ഞാൻ രവിപുരം ഇലക്ട്രോണിക് സ്ട്രീറ്റിലാണ് നിൽക്കണത്, ഈ മൊബൈലിലേക്ക് ഹോൾസെയിൽ കടയിൽ. ആ കടയാണ് അവിടെ നിൽക്കണത്. ഇനി നമുക്ക് അവിടെ പോയി ഒരു ഹോട്ടലുണ്ട്, അവിടെ കയറി എന്തെങ്കിലും ഊണ് മേടിച്ച് കഴിക്കാം, അല്ലാണ്ട് വേറെ രക്ഷയില്ല. ഗൈസ്, അങ്ങ് ഊണ് കഴിക്കാൻ കയറിയിട്ടാ. ഗൈസ്, ഇതാണ്ടാ പുള്ളിക്കാരൻ വന്ന ഹോൾസെയിൽ മൊബൈലാടാ. പുള്ളി പർച്ചേസ് ചെയ്യാനേട്ടാ. നമ്മുടെ പള്ളിമുക്കി തന്നെ ഉണ്ടാ ഈ കട വന്നേക്കണം. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഇവരൊക്കെ ഉണ്ടാവട്ടാ മൊബൈൽ ടെക്നീഷ്യന്മാരും മൊബൈൽ കടകളൊക്കെ എല്ലാവരും ഇവിടെ വന്നാൽ മതി കേട്ടാ. RD-യിൽ, അത് നമ്മുടെ പള്ളിമുക്കിലാണ്ടാ. സൂപ്പറാണ്. ഇവിടെ നിന്നപ്പോൾ എനിക്കിപ്പോൾ ഒരു അടി വന്ന് ഗൈസ് എയർപോർട്ടിലേക്കാണ്. പക്ഷെ അത് എടുക്കാൻ പറ്റൂലല്ലോ,
ഞാൻ ഈ ഓട്ടത്തിലായി പോയില്ലേ, എന്ത് ചെയ്യാൻ പറ്റും. ഇത്ര നേരം ഇവിടെ കിടന്ന് കറങ്ങിയിട്ട് എനിക്ക് അടി വന്നില്ല. ഇപ്പം ഒരടി വന്നേക്കണം എയർപോർട്ടിലേക്ക്. അതെടുക്കാനും പറ്റിയില്ല, വേറെ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് അവസ്ഥ. നല്ലൊരു കാറ്റടിക്കണ്ടിട്ടാ, എല്ലാ സാധനങ്ങളും തലകുത്തി മറിഞ്ഞ് പെട്ടെന്നൊരു കാറ്റടിച്ച് കാറ് വരെ ഷെയ്ക്കായി പോയി. ഞാൻ വിചാരിച്ചു എന്ത് പണ്ടാണോ, അതൊക്കെ പറന്നു പോയി അവൻ്റെയൊക്കെ. നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ, ആ ഗ്രൂപ്പിൽ ടാക്സിക്കാരുടെ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് ആണ് ഇപ്പം ഞാൻ വായിക്കാൻ പോണത്. എയർപോർട്ടിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. ടാക്സി തൊഴിലാളികൾ തമ്മിലാണ് ഇഷ്യൂ ഉണ്ടായത്. നില ഗുരുതരമാണ്. കൂട്ടായ്മയിലെ വണ്ടിയല്ല, കൂടുതൽ ഡീറ്റെയിൽസ് അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ്. അതില് അതുണ്ടല്ലോ, റാപ്പിഡോ പറഞ്ഞ ആപ്ലിക്കേഷനിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രിപ്പ് എടുക്കാൻ പോകുമ്പോൾ പകുതിന്ന് കസ്റ്റമർ ക്യാൻസൽ ചെയ്തു. വീണ്ടും അടുത്ത ട്രിപ്പ് വന്നു. അത് എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ ടാക്സിക്കാർ പിടിച്ചു നിർത്തി എടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഇവന്റെ ആപ്ലിക്കേഷൻ എടുത്ത് ക്യാൻസൽ അടിച്ചു. പിന്നെ ഇവന്റെ ടയർ പൊട്ടിച്ച് ഇവനെ തല്ലി. പിന്നെ സീറ്റ് ബെൽറ്റ് പിടിച്ചിട്ടാണ് ഇവനെ ഇതാക്കിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ബാക്ക് എല്ലാം കഴുത്ത് ഭാഗത്തുണ്ട്. അപ്പൊ ഇവിടെ എല്ലാ മെഡിക്കൽ കോളേജിലുണ്ട്. പിന്നെ CT സ്കാനിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. അതിന്റെ ഇനി കറക്റ്റ് റിപ്പോർട്ട് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടണമെങ്കിൽ 4 മണിക്കൂറാവണം. അപ്പൊ അതിന്റെ വെയിറ്റിംഗിലാണ് ഉള്ളത്. ഓക്കെ, പിന്നെ കാമേശ്വരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കഴുത്തിലൊക്കെ നല്ലോണം പിന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. കാരണം കഴുത്ത് ബെൽറ്റിൽ പിടിച്ച് ഞെരിച്ചതാണ്. അപ്പോ നല്ലതുപോലെ അവിടുത്തെ ഇവന് റാപ്പിഡോ ബുക്ക് ചെയ്തിട്ട് പോയതാണ്. 2 പ്രാവശ്യം ക്യാൻസൽ ചെയ്തു. അത് കസ്റ്റമേഴ്സിനെ ചോദിക്കാൻ ചെന്നപ്പോഴാണ് ഇവർ ആക്രമിച്ചത്. ഓക്കെ, അപ്പോ ഇപ്പൊ എല്ലാവരും നാട്ടിലത്തെ ഏകദേശം ആൾക്കാരവിടെ ഹോസ്പിറ്റലുണ്ട്. പിന്നെ കഴുത്തിന് നല്ല പരിക്കുണ്ട്. അതുകൊണ്ട് റേറ്റുമായിട്ട് എടുക്കുക. ഓൺലൈൻ ടാക്സി തൊഴിലാളിക്കാണ് ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കടുത്ത നടപടിയായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മുടെ തീരുമാനം. ഓക്കെ ഗൈസ്, എന്തൊക്കെയാണ് നടക്കുന്നത്? എയർപോർട്ടിലേക്ക് പോയി നോട്ടം പോകാൻ പറ്റില്ല. ടാക്സിക്കാരും തമ്മിൽ ഐഡി. എനിക്ക് വയ്യ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ദൈവമേ. ഗൈസ്, അപ്പം നമ്മ ആ ഡ്രോപ്പ് കഴിഞ്ഞിട്ട് മൊബൈൽ അക്സസറീസ് ഒക്കെ കഴിഞ്ഞ് പുള്ളീനെ അവിടെ കൊണ്ടാക്കി. ഒന്നുമില്ല ഗൈസ്, ഇന്ന് ഓട്ടം കുറവാണ് ഗൈസ്. അടിയിൽ നിന്ന് മഞ്ഞില്ല. ആകെ ഒരു എയർപോർട്ട് ഓട്ടം വന്നപ്പോൾ എടുക്കാനും പറ്റിയില്ല. എന്ത് ചെയ്യാൻ പറ്റും, രക്ഷയില്ല. ഇനിയിപ്പോൾ അതേ ഇവിടെ പള്ളുരുത്തിയിൽ തന്നെ ഒരു സൈഡിൽ നിൽക്കേണ്ടത്. അപ്പുറത്തെ സൈഡ് കായലാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. കുറച്ചു നേരം ഇവിടെ കിടന്നുറങ്ങാം. ഇവിടെയും ഒരാൾ വന്ന് നിൽക്കണ്ടട്ടാ. നൈസ് സ്പോട്ടാണ്. സീൻ എന്താന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടാ നമ്മുടെ ടാക്സിക്കാർ, ഓൺലൈൻ ടാക്സി. നമ്മൾ എവിടെ പട്ടിക്കാട്ടി ചെന്നാലും ഒരു ടാക്സി എന്തായാലും ഉണ്ടാവും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഗൈസ്, ഇന്ന് ഞാൻ ഉണ്ടാക്കിയേക്കണത് 132 രൂപ മാത്രം ഉണ്ടാവും. ഒരു യൂബറിലും അടിയില്ല, ഒന്നിലും അടിയില്ല. എനിക്ക് ഉറക്കം വന്നിട്ട് പോയി ഗൈസ്. വെറുതെ ഇരുന്നിരുന്ന് ഉറക്കം തൂങ്ങി. ആകെ ഇപ്പം ഷോ പോയി. കണ്ടോ, 4:22 ഇതുവരെ ഞാൻ ഉണ്ടാക്കിയേക്കണം 132 രൂപയാണ്. എല്ലാം ഓണാണ്. എന്താ, എല്ലാം ഓണാണ്. യാത്രയും ഓണാണ്. ഒരു രക്ഷയില്ല. നമുക്ക് രക്ഷയില്ലെന്ന് പറഞ്ഞാൽ രക്ഷയില്ല. അടിയില്ല, ഓട്ടമില്ല ഇന്നത്തെ ദിവസം. എല്ലാ വണ്ടികളും നിരന്ന് കിടക്കണേ. ഞാനിനി വീട്ടിൽ പോയി കിടന്നുറങ്ങട്ടെ. മച്ചാന്മാരെ അപ്പം ചെറിയൊരു വ്ളോഗായിരുന്നു കേട്ടോ. ഭയങ്കര ശോകം പിടിച്ചുകൊണ്ട് ഒരു ഉഷാറില്ല. ഡൗണായി. അടുത്ത വീഡിയോയിൽ കാണട്ടെ മച്ചാന്മാരെ. അതേ വണ്ടി പാർക്ക് ചെയ്യണ സ്ഥലത്തേക്ക് കയറ്റണേ. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ. ബൈ.